എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കടുമാങ്ങാക്കറിയാണ്. ഈ ഒരു കറിയുടെ പാചകം വളരെ എളുപ്പമാണ്. ഇനി മാങ്ങാക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു മാങ്ങ തോല് കളഞ്ഞ് പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മാരിനേഷൻ ഉണ്ട്. മല്ലി, പരിപ്പ്, കറിവേപ്പില, വെളുത്തുള്ളി, നല്ല ജീരകം, ഇത്രയും ചേരുവകളൊക്കെ ചേർത്ത് ഒന്ന് അരച്ച് പുരട്ടി വെക്കണം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്കാണ് ചേർത്ത് പുരട്ടി വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ ഒരു സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ, കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. 10-15 മിനിറ്റ് നേരം കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അരമുറി നാളികേരം തിരുമിയിട്ട് ഇതിന്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ മസാലയെല്ലാം മാങ്ങയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ഉലുവയും കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2-3 താളിപ്പ് മുളക് കൂടി ചേർത്ത് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം. താളിപ്പൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ മസാല പുരട്ടി വെച്ചിട്ടുള്ള മാങ്ങ കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് അളവില് 2-ാം പാല് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2-ാം പാലിൽ മാങ്ങയെല്ലാം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവില് പഞ്ചസാര, ഒരു നുള്ള് കായപ്പൊടിയും 1-ാം പാലും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ കടുമാങ്ങക്കറി ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണേ.